ചോതി വിശാഖം അനിഴല്ലെന്ന് അത്തഞ്ചല്ലേ. അപ്പൊ ഇന്ന് അത്തം തുടങ്ങിയിട്ടുള്ള 5ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ 5ാമത്തെ ദിവസം നമ്മൾ പൂവിടാൻ വേണ്ടി പോവാണ്. അപ്പൊ ചെറിയൊരു മോഡൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് തുടങ്ങാം. അപ്പൊ ചാണകവും കരി രാവിലെ തേച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇത് കുറച്ചൊന്ന് നനഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ മുകളിൽ ചെറുങ്ങനെ ഒന്ന് വരച്ചിട്ടിടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വിചാരിച്ച് നമ്മൾ കണ്ട പോലെ ഒന്നും ആയിട്ടില്ല വരച്ചത്. എന്നാലും ജസ്റ്റ് ഒന്ന് വരച്ചാൽ പിന്നെ റെഡിയാക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണേ. ജസ്റ്റ് വരച്ചിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, പൂവിടും അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. 2 ദിവസം മുന്നേ ഞങ്ങൾ ഗുണ്ടൽപേട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മല്ലികയും പിന്നെ വാടാർമല്ലിയും വാങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ച് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ അമ്മ 2 ടൈപ്പ് ഇല, റോസ് കളറും പിന്നെ ഒരു കാപ്പി കളർ ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പൂ പറിക്കാൻ പോകാനൊന്നും ടൈം കിട്ടലില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ പൂ വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ അത്തക്കുറിയും കൊണ്ട് ആ ഏട്ടൻ വന്നു കേട്ടോ. അതായത് കഴിഞ്ഞ ഓണത്തിന് ശേഷം തുടങ്ങുന്ന കുറിയാണിത്. നമുക്ക് ഈ ഒരു ഓണം വരെയാണ് കേട്ടോ ഉണ്ടാവുക. അതൊരു വർഷത്തിൻ്റെത്. അപ്പോൾ ഓണത്തിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് അതിൻ്റെ പൈസ കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഓരതും കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാവും കിട്ടുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അത് കിട്ടിയിട്ടുണ്ടേ. ഇനി ഓണം കഴിഞ്ഞാൽ അടുത്ത വർഷത്തിൻ്റെത് തുടങ്ങും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഓണം, പെരുന്നാൾ, കുറി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ അതേ പൂവിടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതെൻ്റെ പൂക്കളത്തിന് ചെറിയൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് കൂടിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒപ്പിച്ചങ്ങനെ ഇട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അത്തം 5-നുള്ള പൂവിട്ട് കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത് നമുക്ക് അത്തം 6 കാണാം കേട്ടോ. ബൈ.